ഹലോ. ഒരുപാട് യു ടേണുകളുള്ള ഒരു നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു യു ടേൺ വാർത്തയായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്തു നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് മരട് ഭാഗത്തെത്തിയപ്പോൾ, കുണ്ടന്നൂർ പാലത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടിക്ക് വയ്യാതാവുകയും അവിടുന്ന് വണ്ടി പെട്ടെന്ന് യു ടേൺ എടുത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എത്തുകയും കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇതുപോലെ എത്രയോ പേര് അവരുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളെ രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് യു ടേൺ എടുത്ത എത്രയോ വ്യക്തികളുണ്ട്. അവരുടെ ലക്ഷ്യം വേറൊന്നായിരിക്കാം, പക്ഷേ ആ യാത്രയ്ക്കിടയിൽ നമുക്ക് അത്യാവശ്യം വരുന്നത് കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടും നമുക്ക് വേണ്ടി യു ടേൺ എടുത്ത ഒരുപാട് നല്ല വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലും സുഹൃത്ത് വലയങ്ങളിലും നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഇതുപോലെ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ അവർക്ക് വേണ്ടി യു ടേൺ എടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ വാർത്തയാകും. ചില യു ടേണുകളൊക്കെ വാർത്തയാകും. ചില യു ടേണുകളൊന്നും വാർത്തയാവാറില്ല. വാർത്തയാവാത്ത എത്രയോ നല്ല വ്യക്തികൾ ഇനിയുമുണ്ട്. നായകൻ ഇനിയും രംഗത്ത് വരാത്ത എത്രയോ സീനുകൾ നമ്മുടെ ഒക്കെ സിനിമയിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുസ്മരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പറയുമ്പോൾ ഓടി വരുന്ന ആ ഒരു മുഖമുണ്ടല്ലോ, അതൊന്ന് കമൻറ്റ് ചെയ്യാവോ? നിങ്ങൾക്ക് വേണ്ടി യു ടേൺ എടുത്ത ഒരു വ്യക്തി.